നിങ്ങളൊരു ജീവനുള്ള തവളയെ തിളച്ച വെള്ളത്തിലേക്ക് എറിഞ്ഞാൽ അത് സർവ്വശക്തിയും ഉപയോഗിച്ച് പുറത്തേക്ക് ചാടും. കാരണം അവിടെ നിന്നാൽ താൻ വെന്തുപോകുമെന്ന് അതിന് വ്യക്തമായി അറിയാം. എന്നാൽ യഥാർത്ഥ കളി തുടങ്ങുന്നത് ഇപ്പോഴാണ്. നിങ്ങൾ അതേ തവളയെ തണുത്ത വെള്ളത്തിൽ വെച്ച് തീ വളരെ കുറച്ചുകൊടുത്താൽ അതേതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിലെ ജക്കൂസിയിലിരിക്കുന്നത് പോലെ അടിച്ചുപൊളിക്കും. എന്തൊരു ജീവിതം എന്നത് ചിന്തിക്കും. വെള്ളം പതുക്കെ ചൂടാകുമ്പോൾ തവള തന്റെ ഊർജ്ജമെല്ലാം ആ ചൂടിനോട് കുരുത്തപ്പെടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും. ചെറിയൊരു ചൂടുണ്ട്, സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്നത് കരുതും. പതുക്കെ വെള്ളം തിളച്ചു തുടങ്ങുന്നു. അപ്പോഴാണ് തവളയുടെ ബോധമുണരുന്നത്, ഇനി രക്ഷപ്പെടണമെന്ന്. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരിക്കും. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് തന്റെ മുഴുവൻ ശക്തിയും തീർത്തിരുന്നു. ഇനി പുറത്തേക്ക് ചാടാൻ അതിനൊട്ടും കരുത്തില്ല. ഒടുവിൽ ആ തവള അവിടെ കിടന്ന് വെന്തുപോകുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: തവളയെ കൊന്നത് ആരാണ്? തിളച്ച വെള്ളമാണോ? ഒരിക്കലുമല്ല. അതിനെ കൊന്നത് അഡ്ജസ്റ്റ് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക എന്ന അതിന്റെ മോശം ശീലമാണ്. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ ഓരോ ദിവസവും വീർക്കുമുട്ടുന്ന ആ മോശം ബന്ധങ്ങൾ, ബോസ് നിങ്ങളുടെ രക്തം കുടിക്കുമ്പോഴും ശമ്പളം കിട്ടുന്നുണ്ടല്ലോ എന്ന് സമാധാനിക്കുന്ന ജോലി, നാളെ മാറ്റാം എന്ന് കരുതി കൂടെ നടക്കുന്ന ചീത്ത ശീലങ്ങൾ. നമ്മൾ വിചാരിക്കും എല്ലാം ശരിയാകുമെന്ന്. പക്ഷേ ഈ അഡ്ജസ്റ്റ് ചെയ്യലാണ് നമ്മളെ ആദ്യം